ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് മടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ സമയവും ലാഭിക്കാം, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാതിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് റവയാണ്. അപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് വറുക്കാത്ത റവയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ റവ എടുത്ത അതേ അളവിൽ തന്നെ വെള്ളം കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് റവക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. നോർമൽ വാട്ടറാണ്, ചൂടുവെള്ളമൊന്നുമില്ല, സാധാ നമ്മൾ പച്ചവെള്ളമായിട്ട് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് 1-2 മിനിറ്റ്, ഒരുപാട് സമയമൊന്നും വെക്കണ്ടില്ല കേട്ടോ, 1-2 മിനിറ്റ് മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കുതിർന്ന് ഒന്ന് സെറ്റായിട്ട് കിട്ടട്ടെ 2 മിനിറ്റ് കൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു 1-2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. ആ ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ റവ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കുതിർന്ന് കിട്ടിക്കോളേ. അപ്പോൾ അത് ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്തെടുക്കാം കേട്ടോ. നമ്മളെ പത്തിരിപ്പൊടിയില്ല, നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ഓറോട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 1/4 കപ്പ് നമ്മളിതാ ഈ ഒരു അരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ ഈ റവയിലേക്ക് നമുക്ക് അരിപ്പൊടിക്ക് പകരമായിട്ട് ഓട്സ് ചേർക്കാം കേട്ടോ. നമ്മളിപ്പം ചേർത്തിട്ടുള്ള ആ ഒരു 1/4 കപ്പ് അരിപ്പൊടിക്ക് പകരം നമുക്ക് ഓട്സ് ചേർക്കാം. ഓട്സ് പൊടിച്ച് ചേർക്കണമെന്നില്ല, നമുക്ക് സാധാരണ ഓട്സ് എങ്ങനെ കിട്ടുന്ന ആ അതിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പൊടിച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ പൊടിച്ചതുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു 1/4 കപ്പ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ അരിപ്പൊടി ഒഴിവാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അരിപ്പൊടി ഒരു 1/4 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം, കുഴപ്പമൊന്നുമില്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ട് അതിൻ്റെ പകുതി ആയിട്ട് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് പുളിയൊന്നും ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ പകുതി മതിയാവും. നിങ്ങൾക്ക് ഇനി പുളിയൊന്നും പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ടെടുക്കാം കേട്ടോ. വലുതെടുക്കേണ്ട ചെറിയ തക്കാളി മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു തക്കാളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് തൈര് വേണമെന്നുണ്ടെങ്കിൽ തൈര് ചേർക്കാം കേട്ടോ. തക്കാളി ഒഴിവാക്കിയിട്ട് തൈര് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തക്കാളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 1-2 നിങ്ങൾക്ക് എത്രയാണ് വേണമെന്നുള്ളതനുസരിച്ചിട്ട് അതൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ്. ആ ഒരു നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പം നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. തൈര് ചേർക്കുന്നതാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ തക്കാളിയല്ലേ ചേർത്തിട്ടുള്ളത്, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ തൈരൊക്കെ ചേർക്കുന്നതാണെങ്കിൽ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. ഇനി പുളി കുറഞ്ഞ തൈരാണെന്നുണ്ടെങ്കിൽ 1 മുതൽ 1.5 ടീസ്പൂണൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം കൂടി പോകാനും പാടില്ല കേട്ടോ. നമുക്ക് ഈ ഒരു രീതിക്ക് വേണം ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഈ ഒരു രീതിക്ക് വേണം റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് ദോശക്കല്ലിൽ വെച്ചിട്ട് ദോശ ചുട്ടെടുക്കുന്ന പോലെ നമുക്ക് ചെറുതായിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 മുതൽ 1.5 ടീസ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുകിൻ്റെ ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കടുക് മതിയാവട്ടെ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ, നമ്മൾ വെള്ളമൊക്കെ കാച്ചുന്ന ആ ഒരു ജീരകം കൂടിയും കടുക് പൊട്ടിയതിന് ശേഷമാട്ടോ ഇട്ടെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു കളറിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പം അതിനൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഇത് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു മാവ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ മാറ്റി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോവും. ആ ഒരു നമ്മൾ മുളക് പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരപ്പാക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു വിധത്തിൽ ഒന്ന് റൗണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദോശ പോലെ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ പണി ഒന്നുകൂടി എളുപ്പമാണ്. നമ്മൾ ദോശ പോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമ്മൾ അതിനായിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് വേറെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ട് റൗണ്ടാക്കി എടുത്തിട്ടുണ്ടേ. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കഴിഞ്ഞാൽ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ആറി ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ് നല്ല സ്മെല്ല് വരും കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പം വേണം നമ്മൾ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മുറിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടി ഒരു 5 മിനിറ്റോളം നമുക്ക് വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ. ആ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായിട്ട് വരും കേട്ടോ. ആ ഒരു ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ആ ഒരു ഭാഗം കൂടി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കളറൊക്കെ അങ്ങ് മാറി നല്ല പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൈവച്ച് തൊട്ട് നോക്കാം. ആ ഒരു സമയത്തിന് നമുക്ക് മനസ്സിലാവും നന്നായിട്ട് ഇത് കുക്കായിട്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരും ഈ ഒരു സമയത്ത്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് സിമ്പിളായിട്ട് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത്. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് മടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടിയും പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.